തിരുവനന്തപുരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ നിർണായക കണ്ടെത്തൽ. പ്രതി ബിനോയ് പലതവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകും മുൻപ് പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പെൺകുട്ടി സൈബർ ആക്രമണം നേരിട്ടതായും പോലീസ് കണ്ടെത്തി. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്തൊക്കെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? ഉന്മേഷ്, ഈ +2 വിദ്യാർത്ഥിനിയായ കോട്ടക്കൽ സ്കൂളിന്റെ ഈ പെൺകുട്ടിയുടെയും മരണത്തിൽ നിർണായക കണ്ടെത്തലാണ് പോലീസിന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയ് ഈ പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പല സ്ഥലങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ഈ ബിനോയ് ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഈ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. പ്രത്യേകിച്ച് വർക്കലയിലടക്കം പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തി. പ്രധാനമായി ഈ ബിനോയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അതായത് ഇരുവരും തമ്മിലുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. ഇതിൽ ഈ ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായുള്ള മെസ്സേജുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ തെളിവെടുപ്പും ഉണ്ടാകും. ഇപ്പോൾ പ്രതി റിമാൻഡിലാണ്. 2 ദിവസത്തിന് ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം കൂടുതൽ തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും. എന്തായാലും ഈ സൈബർ ആക്രമണം നടന്നതായി സ്ഥിരീകരിക്കാവുന്ന ചില കമന്റുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ ഈ സൈബർ ആക്രമണം ഈ കുടുംബം തള്ളിയിരുന്നെങ്കിലും പോലീസ് പ്രത്യേക സൈബർ സംഘം ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ ടീമാണ് ഈ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിച്ച് ഇത്തരത്തിലുള്ള കമന്റുകൾ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെയും ബിനോയുടെയും ഫോണുകൾ ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഇവർ രണ്ടുപേരും കൂടുതൽ കാലം സജീവമായി ഉണ്ടായിരുന്നത്. ഈ പേജ് അടക്കം ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലെ പരസ്പരമുള്ള ചാറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധന പൂർത്തിയായാൽ മാത്രമേ കുറച്ചുകൂടി തെളിവുകൾ പോലീസിന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.